രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനും BJPയും വലതുപക്ഷ പ്രൊഫൈലുകളും എപ്പോഴും പറയുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നാണ്. എന്നാൽ ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ പരാതികൾക്ക് എന്ത് സംഭവിച്ചു? നിയമസഭാ ഇലക്ഷന് ശേഷം നിരവധി സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആ പരാതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യവും BJPയും ഇലക്ഷൻ കമ്മീഷനും ആ വിഷയത്തിലും മറുപടി നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിരവധി പരാതികൾ കോൺഗ്രസ് ഹരിയാനയിൽ നൽകിയിട്ടുണ്ട്. ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. എന്നാൽ 16ഓളം കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇതാണ് വാസ്തവം. നിയമസഭാ ഇലക്ഷനിൽ BJPയോട് നേരിയ മാർജിനിൽ തോറ്റ ആളുകളാണ് ഇലക്ഷനിൽ കൃത്രിമത്വം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതിയുമായി മുമ്പോട്ട് വന്നത്. എന്നിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന്. ഹരിയാനയിലെ ഉച്ചാന കലൻ സീറ്റിൽ മത്സരിച്ച് തോറ്റ വിജേന്ദ്ര സിംഗ് അദ്ദേഹം പരാതിയുമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരുന്നു. ഹരിയാന കോൺഗ്രസ് നേതാവായിരുന്ന ഉദയ്ഭാൻ BJPയുടെ ഹരീന്ദർ സിംഗിനോട് തോറ്റത് 2595 വോട്ടുകൾക്കാണ്. കാൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബാബ് സിംഗ് BJPയുടെ ദിനേശ് അഗ്ലക്കയോട് തോറ്റത് 6181 വോട്ടുകൾക്കാണ്. ഇൽവാൽ, ഫരീദാബാദ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലങ്ങളിലൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് BJP ജയിച്ചത് എന്ന പരാതിയുമായി ഇലക്ഷൻ കമ്മീഷനെ കോൺഗ്രസ് നേതാക്കൾ, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, തോറ്റവർ സമീപിച്ചിരുന്നു. പരാതി എഴുതി നൽകിയിരുന്നു. ഈ പരാതികൾക്കൊന്നും മറുപടി നൽകാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതിയും ലഭിച്ചില്ല എന്ന പച്ചക്കള്ളം ആവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ ഗണേഷ് കുമാർ പറഞ്ഞത് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്കൊക്കെ വീടുണ്ട്, 0 നമ്പറിൽ താമസിക്കുന്നവരൊക്കെ ഭവനരഹിതരാണ്, ഹോംലെസ് പീപ്പിളാണ്, അവർ തെരുവുകളിലും ചായക്കടയുടെ തിണ്ണകളിലും ഉറങ്ങുന്നവരാണ്, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ടിൽ ഉറങ്ങുന്നവരാണ്, വലിയ ദയനീയമായ അവസ്ഥയൊക്കെ വിവരിച്ചുകൊണ്ട് അവർക്ക് പോലും നൽകാനുള്ള സൂക്ഷ്മതയുടെ പേരിലാണ് 0 നമ്പറുകൾ ചേർത്തത് എന്ന വലിയ മാനിപ്പുലേഷൻ മറുപടിയാണ് ഗണേഷ് കുമാർ നൽകിയതെങ്കിൽ 0 നമ്പർ കൃത്യമായി വീടുകളുള്ള ആളുകൾക്ക് തന്നെ നിരവധി സ്ഥലങ്ങളിൽ 00 നമ്പർ നൽകിയിട്ടുണ്ട്. ട്രേസ് ചെയ്ത് കള്ളവോട്ടുകൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവമാണ് 00 അഡ്രസ്സുകളിൽ ആളുകളെ ചേർത്തത്. ഗണേഷ് കുമാർ രാജ്യത്തോട് പച്ചക്കളവ് പറയുകയായിരുന്നു. വീടില്ലാത്തവർക്ക് വോട്ട് നൽകുന്ന ഉദാരതയൊന്നും ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കിയ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കാം എന്ന് തീരുമാനിക്കേണ്ടതില്ല. 16 പരാതികളിലും ഹരിയാനയിൽ ഒരു മറുപടിയും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.